സിനിമ. ഉമ്മൻചാണ്ടിയായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം? ഉമ്മൻചാണ്ടി സർക്കാർ അതുകൊണ്ട് അതാ പറഞ്ഞത്, വളരെ ബാലൻസ്ഡ് ആയിട്ട്, പൊളിറ്റിക്കലി വളരെ ബാലൻസ്ഡ് ആയിട്ടാണ്. കാരണം നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അതിനെ നിൽക്കുന്ന വിധത്തിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു CM-ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനെപ്പറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു ടീമിൻ്റെ ഒരു വിഷയം നമ്മളെ ചിലത് ഓർമ്മിപ്പിക്കും. കാരണം നമ്മൾ ഈ കാലത്തെ രാഷ്ട്രീയത്തിൽ കൂടെ കടന്നു വന്ന പത്രം വായിക്കുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങളെ ഇത് ഓർമ്മിപ്പിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ വളരെ ബാലൻസ്ഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ടെക്നോളജിയും പുതിയ തലമുറയും പഴയ തലമുറയും രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും ഒക്കെ ബാലൻസ്ഡ് ആയിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലും രണ്ടുപേരും വളരെ നല്ല പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ എല്ലാവരും വന്ന് കാണുക. സോ അടിപൊളി ഫിലിം. സോ താങ്ക് യു. അതെ, ഉണ്ണികൃഷ്ണനായിട്ടെ അടുത്തൊരു ഉണ്ണികൃഷ്ണൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പൊളിറ്റിക്കൽ ഫിലിം ബൈ ഉണ്ണികൃഷ്ണൻ. സോ ഐ റിയലി എൻജോയ്. കുറേ കാലത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ്റെ ഒരു പടം അത്ര നല്ല ഫ്രെയിമോടെ കാണുകയെന്ന് പറഞ്ഞാൽ അതിൽ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റൊക്കെ ഒരുപാട് പേര് നല്ല ഇത് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്താ പറയുക, പടം കണ്ടുകൊണ്ടിരിക്കാനൊരു വലിയ ഇതാണ്. ബാലേന്ദ്രമേനോൻ പിണറായി വിജയനെയും ഉമ്മൻചാണ്ടിയും രണ്ട് രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആശാവർക്കറുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ രീതിയിലും സ്പർശിക്കുന്ന രീതിയിൽ വളരെ അടിപൊളിയായിട്ട് ഒരു ലാഗുമില്ലാതെ നമുക്ക് ഫുൾ എൻ്റർടൈൻമെൻ്റായിട്ട് കാണാവുന്ന രീതിയിൽ കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സൂപ്പർ ഫിലിം. ഇതൊരു സിനിമയാണ്, അതിന് ആ രീതിയിൽ കാണുക. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം ബേസിക്കലി ഇതൊരു സിനിമയാണെന്നുള്ള ഐഡിയ തലയിൽ വെച്ചിട്ട് തന്നെ കാണുക. അയ്യോ അങ്ങനെയൊന്നും ചോദിക്കരുത്, ഉണ്ണി സാറിനോട് ചോദിക്കും, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമയായിട്ടാണ് അതിനെ കാണുന്നത്. ബാക്കിയെല്ലാം അതിൻ്റെ പുറകിലുള്ളൊരു എനിക്കറിയില്ല, ബേസിക്കലി എനിക്കറിയില്ല. ഇതൊരു ഞാനും കുറച്ച് കേട്ടു, അങ്ങനെ അതിനെല്ലാം എതിർത്ത് തന്നെയാണ് എല്ലാവരും സംസാരിച്ചത്. അപ്പോൾ എനിക്കും അതിനെപ്പറ്റി അറിയില്ല. അതിനെപ്പറ്റി കാര്യമായി പറയാൻ സാധിക്കുന്ന ആളുകളോട് ചോദിച്ചാലേ ഇതെല്ലാം അറിയാം. സ്വന്തം ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാറിൻ്റെ പ്രൊഡക്ഷനിലുള്ള സിനിമയാണ്. അങ്ങനെ അല്ല സാർ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളെ സാഹചര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ്, അതിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ത്രൂ ഔട്ട് ഷൂട്ടിംഗ് ഉണ്ടായത്. ഇഷ്ടംപോലെ ഗംഭീര സിനിമകൾ നമുക്ക് തന്ന ബാലേന്ദ്ര സാറുമായിട്ട് അതിൻ്റെ സാറിൻ്റെ ഇതിലെ കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത്